പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ജീവിച്ചിരിക്കുന്ന ദൈവമായി അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തും. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും നിൻ്റെ ചെയ്യലും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നിൻ്റെ കരുണയും സ്നേഹവും ചൈതന്യവും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, സദുച്ഛേരെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. പുനരുത്ഥാനമില്ല എന്നും ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള ചിന്തയുമായി കഴിഞ്ഞവർ, മാലാഖമാരില്ല, പുനരുത്ഥാനമില്ല എന്നൊക്കെ ചിന്താഗതിക്കാരാണ് സദുച്ഛേര്. അവർ കർത്താവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീയെക്കുറിച്ചും അവളുടെ 7 ഭർത്താക്കന്മാരെക്കുറിച്ചും അവരുടെ മരണശേഷം ആരുടെ ഭർത്താവായിരിക്കും അവളെന്ന ചോദ്യവുമായിട്ട് അവർ കടന്നു വരികയാണ്. കർത്താവ് പറയുന്നുണ്ട്, ഈ ലോക ചിന്താഗതിയല്ല സ്വർഗീയ ജീവിതത്തിലുള്ളതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമുക്ക് കൽപ്പിച്ചു നൽകുന്ന ദൈവത്തോടൊപ്പം വാഴുവാനുള്ള അവസരമാണ്. അത് ഈ ലോകത്തെ പോലെ വിവാഹം കഴിപ്പിച്ചും ജീവിക്കേണ്ടവരല്ല നാമെന്ന്. ദൈവത്തിൻ്റെ കൃപയുടെ നിറവായി മാറുവാൻ കഴിയണം. ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അബ്രഹാത്തിൻ്റെയും ദൈവമായ അവിടുത്തെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈ ലോക ജീവിതം ധന്യമാക്കി നമുക്ക് പരിശ്രമിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ ജീവിതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കും. അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, നിൻ്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഇന്നേ ദിനം ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ജീവിച്ചിരിക്കുന്ന മരിച്ചവരുമായ ഞങ്ങൾക്ക് നിത്യമാങ്ങിയ വാഴുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞവർക്ക് നിത്യസൗഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളും അങ്ങയുടെ സന്നിധിയിലെത്തിച്ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി ഈ ലോകത്തുനിന്ന് കടന്നുപോയ സകലരും അങ്ങയോടൊപ്പമാണെന്ന് വിശ്വസിക്കുവാനും കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.